ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമൽ ആൻഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നാണ്. ഒരു ഫംഗ്ഷനെ നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഫംഗ്ഷൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്, ഫംഗ്ഷൻ എന്ത് കാണും, ഒരു ഡേറ്റ ടൈപ്പ് കാണും, പിന്നെ എന്ത് കാണും, ഒരു ഫംഗ്ഷൻ നെയിം കാണും, പിന്നെ എന്ത് കാണും, പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് കാണും അല്ലേ. ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നത്, പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത്, ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ പാരാമീറ്റേഴ്സ്, ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് നമ്മൾ രണ്ട് രീതിയിൽ പറയാം. അതിൽ നമ്മൾ ഒരെണ്ണമാണ് ഫോർമൽ പാരാമീറ്റേഴ്സും അനദർ വണ്ണാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേര് വെച്ച് വിളിക്കും. സേ ഇപ്പം ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് സം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണെന്ന് വിചാരിക്കാം. ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. അതിലേക്ക് ഞാൻ രണ്ട് വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഏതാ, എ കോമ ബി എന്ന് ഞാൻ രണ്ട് വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫംഗ്ഷനെ പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ സെറ്റ് ചെയ്യുന്ന രണ്ട് പേരാണ് എ എന്നും ബി എന്നും. അതിനകത്ത് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിൻ്റെ പേരാണ് എ എന്നും ബി എന്നും. ഓക്കെ, ഇനി ആ ഫംഗ്ഷൻ ശരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന റിയൽ വാല്യൂസ് ഉണ്ടല്ലോ, നമ്മൾ റീഡ് ചെയ്ത് യൂസറിൽ നിന്ന് എടുക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുവാണ് എയിൽ വരുന്ന വാല്യൂവിനെയും ബിയിൽ വരുന്ന വാല്യൂവിനെയും റിസീവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ നോക്കും, നമ്മളിപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാമേ. സോ നമ്മളിത് ചെയ്ത സമയത്ത് നമ്മൾ എസ് ഇസ് ഈക്വൽ ടു എന്താ ചെയ്യുന്നത്, എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യും അല്ലേ. സോ ഇൻറ്റ് എസ് ഉണ്ട്, എസ് ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ എസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തു. നേരത്തെ ചെയ്ത എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളിതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എഴുതിയ സമയത്ത് വോയിഡ് മെയിൻ ഫംഗ്ഷൻ എഴുതി. അപ്പോൾ ആ സമയത്ത് നമ്മൾ രണ്ട് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻറ്റ് നം1 കോമ നം2. ഓക്കെ, രണ്ട് നമ്പേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത രണ്ട് വേരിയബിൾസാണ് n1ഉം n2. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് വാല്യൂസും നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. എൻ്റെ 2 നമ്പേഴ്സ്. അപ്പോൾ ഇത് കാണുന്ന ഉടനെ യൂസർ രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സ്കാൻ ഓഫ് %d കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, ആംപർസാൻഡ് n1 കോമ ആംപർസാൻഡ് n2. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എന്തായിരിക്കും, ആഡ് ചെയ്യണം. ആരെയൊക്കെയാണ്, n1-ലിരിക്കുന്ന വാല്യൂവിനെയും n2-ലിരിക്കുന്ന വാല്യൂവിനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മളുടെ വാല്യൂ ശരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന വേരിയബിൾസ് ആരൊക്കെയാണ്, n1ഉം n2ഉം ആണ്. ഓക്കെ, സോ ഇവരാണ് നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് റിയൽ ആയിട്ട് വാല്യൂവിനെ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്, n1ഉം n2ഉം. അപ്പോൾ ഈ റിയൽ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ നടക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുക, ഈ n1-ലെ വാല്യൂ ഫസ്റ്റ് പാരാമീറ്ററിലേക്ക് സെറ്റ് ആവും. അതായത് എയ്ക്ക് ഈക്വലൻ്റായിട്ട് ആര് വരും, n1-ലെ വാല്യൂ വരും. ദെൻ ബിക്ക് ഈക്വലൻ്റായിട്ട് ആര് വരും, n2-ലെ വാല്യൂ വരും. ആരുടെ വാല്യൂ വരും, n2-ലെ വാല്യൂ വരും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ആക്ച്വലി ശരിക്കും ഇവരുടെ നോർമലായിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് വേരിയബിൾസിലാണ്, n1-ലും n2-ലും ആണ്. അപ്പം ഇവരെ രണ്ടുപേരെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഈ ഫംഗ്ഷനകത്ത് n1 അറിയപ്പെടുന്ന ഏത് പേരിലായിരിക്കും, എ എന്നും n2 അറിയപ്പെടുന്ന ഏത് പേരിലായിരിക്കും, ബി എന്നും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഫംഗ്ഷനകത്താണ് n1-നെ നമ്മൾ എ എന്നും ഈ ഫംഗ്ഷനകത്താണ് n2-നെ നമ്മൾ ബി എന്നും വിളിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ എ കാണുന്നു അവിടെ എല്ലാം n1-ലെ വാല്യൂ ആണ്, എവിടെയൊക്കെ ബി കാണുന്നു അവിടെ എല്ലാം n2-ലെ വാല്യൂ ആണ് ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവിടെ ഓപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്ച്വലി അല്ലെങ്കിൽ റിയലി വാല്യൂ ഹോൾഡ് ചെയ്തേക്കുന്ന വേരിയബിൾസ് ആണ് നമ്മളുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പേര് വിളിക്കില്ലേ, അതാണ് എ എന്നും ബി എന്നും. അപ്പോൾ അവർ രണ്ടുപേരുമാണ് നമ്മുടെ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഫോർമൽ പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വീട്ടിൽ നമ്മൾ ചുമ്മാ ഓരോ പേരിട്ട് വിളിക്കില്ലേ, നമുക്ക് സ്കൂളിൽ നമുക്കൊരു ഒഫീഷ്യൽ നെയിമും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ നെയിമാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിൽ വിളിക്കുന്ന നമ്മുടെ കുഞ്ഞു പേരുകളൊക്കെ നമ്മൾ വീട്ടിൽ വിളിക്കില്ലേ, അപ്പോൾ അങ്ങനത്തുള്ള പേരുകളാണ് നമ്മുടെ ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എ വേരിയബിൾ ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ആസ് ദി അപ്പിയർ ഇൻ ദ പ്രോട്ടോടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ ഓർ മെത്തേഡ്. നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന വേരിയബിൾ അതിൻ്റെ ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫോർമൽ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റ് എ, വേരിയബിളിൻ്റെ പേര് എ, അതേപോലെ തന്നെ ഇൻറ്റ് ബി. അത് രണ്ടും എന്തായിരുന്നു, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് വന്നിട്ടുള്ള രണ്ട് വേരിയബിൾസ് ആണ്. അവർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് മെൻഷൻ ചെയ്യുന്നവരായതുകൊണ്ട് അതിനെ വിളിച്ച പേരെന്താണ്, ഫോർമൽ പാരാമീറ്റർ എന്ന് വിളിച്ചു. ഇനി ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫോർമൽ പാരാമീറ്റർ ദാറ്റ് അപ്പിയർ ഇൻ ദ ഫംഗ്ഷൻ കോൾ ഇൻ ദ കോളിംഗ് എൻവയോൺമെൻറ്റ്. നമ്മളെ കോൾ ചെയ്യുന്ന ഫംഗ്ഷനകത്തുള്ള അല്ലെങ്കിൽ ഫംഗ്ഷൻ കോളിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നേക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ഫംഗ്ഷൻ കോളിൽ ഇൻവോൾവ് ചെയ്തേക്കുന്ന ആരൊക്കെയാണ്, n1 ഉണ്ട്. ദാറ്റ് ഇസ് ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെ പേര് വെച്ചിട്ടാണ്, n1, n2 എന്നുള്ള പേര് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം.
ഒരു ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ രണ്ട് പേരില്ല, അതായത് ഈ ഫോർമലും ആക്ച്വലും ഒക്കെ മസ്റ്റായിട്ടും വേണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ഫംഗ്ഷൻ നേരത്തെ ചെയ്തപ്പോഴേക്കും N1 N2 ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും എയും ബിയും ആയിരുന്നു. അങ്ങനെ തന്നെ എഴുതിയാലും ഫംഗ്ഷനിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയും റൈറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ആക്ച്വൽ വാല്യൂവിനെ ഹോൾഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ നമ്മൾ ഫംഗ്ഷന് വേണ്ടി ഫംഗ്ഷനകത്ത് മാത്രം നമ്മൾ അവരെ ഒരു പ്രത്യേക പേര് വിളിക്കും. നമ്മൾ വീട്ടിലൊരു പേര് വിളിക്കുന്ന പോലെ തന്നെ നമ്മളൊരു ഹോംലി ആയിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് അതിൻ്റെ ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കും എന്താണ് ആക്ച്വൽ പാരാമീറ്റർ, എന്താണ് ഫോർമൽ പാരാമീറ്റർ എന്ന് ചോദിക്കുവാണെങ്കിൽ ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പിൽ ഒരു ഫംഗ്ഷന് നമ്മളൊരു പേര് കൊടുത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരുന്ന വേരിയബിൾസിനെ നമ്മളൊരു പേര് വെച്ച് വിളിക്കും. ഓക്കെ, അത് ആ ഫംഗ്ഷനകത്ത് വേണ്ടി നമ്മൾ ചുമ്മാ വിളിക്കുന്ന ഒരു പേരാണ്. അതിന് വിളിക്കുന്ന അങ്ങനെ ഒരു അതൊരു വേരിയബിളിന് വിളിക്കുന്ന പേരെന്താണ്, ഫോർമൽ പാരാമീറ്റർ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇറ്റ്സ് എ വേരിയബിൾ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. അതെവിടെയാണ് കാണുന്നത്, നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പിലുള്ള വേരിയബിളും അതിൻ്റെ ടൈപ്പിനെയാണ് എന്ത് മെൻഷൻ ചെയ്യുന്നത്, ഫോർമൽ പാരാമീറ്റർ എന്നുള്ളൊരു ടേം മെൻഷൻ ചെയ്യുന്നത്. ഇനി ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ നെയിമാണ് അതിൻ്റെ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേരിയബിൾ വാല്യൂവിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ആരുടെ കയ്യിലായിരിക്കും, ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ കയ്യിലായിരിക്കും റിയൽ ആയിട്ടും നമ്മുടെ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ.